ഞാൻ ഇന്നൊരു സ്ഥലത്തേക്ക് മോളെയും കൊണ്ട് പോവാൻ തീരുമാനിച്ചിരിക്കുക. ആ സമയത്ത് ഇങ്ങനൊരു നല്ല വാർത്ത കേട്ടത് നന്നായി. എവിടേക്കാ പോകുന്നു? കാർത്തൂന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായില്ലേ, എന്നിട്ട് അങ്ങോട്ടൊന്നും പോയില്ലല്ലോ. ഒന്ന് പോവാന്ന് വിചാരിക്കുക. പോകുന്നൊക്കെ കൊള്ളാം. അപ്പച്ചിയും അരുൺ സാറിന്റെ ഏട്ടത്തിയൊക്കെ പെശക. എനിക്കറിയാം അതേപറ്റി. കല്യാണത്തിന്റെ അന്ന് പറഞ്ഞതാ ബന്ധം പുതുക്കാൻ അങ്ങോട്ട് ചെല്ലരുതെന്ന്. എങ്കിലും എത്രാന്ന് വെച്ചാ കാർത്തൂനെ കാണാതിരിക്കുന്നത്. നന്ദനമോളും പറഞ്ഞു തുടങ്ങി കാർത്തൂനെ കാണണമെന്ന്. എന്നാ പിന്നെ പോയിട്ട് വാ, കടയിൽ ഞാനുണ്ടാവും. അല്ല, പോകുന്നതിന് മുമ്പ് പലഹാരം എന്തെങ്കിലും കരുതണ്ടേ? എല്ലാം ഉണ്ടാക്കി. കാർത്തൂനും അരുണും ഇഷ്ടപ്പെട്ടതൊക്കെ. പിന്നെ കുറച്ച് അച്ചാറും ചമ്മന്തിപ്പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും കാർത്തൂന് അതൊക്കെ ഇഷ്ടാ. ഇടയ്ക്ക് വിളിച്ചപ്പോ അവിടെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല എന്നാ കാർത്തു പറഞ്ഞത്. അത് പിന്നെ അങ്ങനെയല്ലേ പറയൂ. ആരെങ്കിലും വിഷമിപ്പിക്കുന്ന സ്വഭാവം ആ പാവത്തിനുണ്ടോ? അവിടെ ചെന്ന് കഴിയുമ്പോഴേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് ആ വക്കീൽ സാറിന്റെ കൂടെ ഒന്ന് പോണമെന്നുണ്ടായിരുന്നു. പിന്നെ കണ്ണന്റെ കൂട്ടുകാരെ ഒന്നും അപ്പച്ചയ്ക്ക് ഇഷ്ടമല്ലല്ലോ. നമ്മുടെ മുന്നിൽ വെച്ച് കാർത്തൂൻ എന്തെങ്കിലും പറഞ്ഞാ അറിയാതങ്ങ് പ്രതികരിച്ചു പോകും. അങ്ങനെ ചെയ്താ പിന്നെ അതിന്റെ പേരിലും അനുഭവിക്കേണ്ടി വരുന്നത് കാർത്തു ആയിരിക്കുമല്ലോ. എന്നെ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ ഒന്നിനും മറുപടി പറയില്ല പപ്പേട്ട. അവരുടെ ദേഷ്യം നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ. എന്നാ പിന്നെ പോയിട്ട് വാ. വന്നു തുടങ്ങി ബന്ധുക്കളൊക്കെ. ഇപ്പോഴേ വരവ് നിർത്തിയില്ലെങ്കിൽ ഇനി വരവൊരു പതിവാക്കും. ആ ജയിൽ പുള്ളിയുടെ ഭാര്യ മോളും അല്ലേ? അതെ. അവള് കല്യാണം കഴിഞ്ഞ് പോരുമ്പോ കല്യാണപ്പെടിനെ കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. കണ്ണീര രണ്ടിന്റെ അവസാന തടവ്. അരുൺ വീണുപോയതും അതില. അരുൺ മാത്രമല്ല, ഏട്ടത്തിയും. ആട്ടി പായിക്കണം അമ്മ അവരൊക്കെ. അതിനുവേണ്ടി തന്നെയാ പോകുന്നത്. ഇന്ന് അവളെ സൽക്കരിച്ചാൽ നാളെ ജയിലിൽ നിറങ്ങുന്നവനെയും കൂട്ടി അവൾ വീണ്ടും വരും. അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഒന്നാമത് കുട്ടികൾക്കൊന്നും ക്ലാസ്സില്ലാത്ത സമയ. അതുകൊണ്ട് അവളുടെ മോളെ അവിടെ നിർത്തിയിട്ട് പോവില്ല എന്ന് എന്താ ഉറപ്പ്? അത്രയ്ക്കും മിടുക്ക് പാടില്ലല്ലോ. തട്ടുകടയൊക്കെ നടത്തി കഴിഞ്ഞു കൂടുന്ന കൂട്ടരാ. അവിടെ വന്നും പോയി നിന്നാ എന്തെങ്കിലുമൊക്കെ തടയൊന്ന് കരുതിയിട്ടായിരിക്കും വരുന്നത്. പിന്നല്ലാതെ അരുണല്ലേ ആള്. യാത്ര പറഞ്ഞു പോകുമ്പോ 10,000-3,000 ഒക്കെ അരുൺ ആ കൊച്ചിന്റെ കയ്യിൽ വെച്ച് കൊടുക്കും. നന്നായി ആഹാരവും തട്ടിട്ട് പൈസയും വാങ്ങിച്ചോണ്ട് പോവാം. അവളെ കാണാൻ വന്നെന്ന പേരും. ജയിലിൽ കിടക്കുന്നവൻ കല്യാണം കഴിച്ചോണ്ട് വന്നത് അവന്റെ തറവാട്ടില. അവിടുന്ന് അവളെയും മോളെയും കാർത്തൂനെയും പുറത്താക്കി. ഇത്തിരി മനുഷ്യപ്പറ്റുള്ളവന്മാരായിരുന്നെങ്കിലേ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അവരെ പുറത്താക്കോ? കഞ്ഞി കൂട്ടങ്ങളായിരിക്കും. ആയിരിക്കുന്നല്ല, ആണ്. അതുകൊണ്ട് അവളുമാരിൽ നിന്നും അരുണിനെ മോചിപ്പിക്കണം. അവനെ മയക്കെടുത്ത് അവൾക്ക് ജീവനാ ഈ പറഞ്ഞ പവിത്രയെ. അതുകൊണ്ട് അവളുടെ മുന്നിൽ വെച്ച് തന്നെ അവൾക്കിട്ടൊന്ന് കൊടുക്കണം. സ്വന്തം അനീതി അല്ലെങ്കിലും കെട്ടുകഴിഞ്ഞ് വന്നവളുടെ ജീവിതം കണ്ട് ആനന്ദിക്കാൻ വന്നതാ. അവളെ ഞാൻ സന്തോഷിപ്പിച്ചു വിടാം. അരുണേട്ടൻ ചിലപ്പോ അമ്മയോട് തർക്കിച്ചെന്നൊക്കെ വരും. എന്നോടോ? എങ്കിലവൻ ഒന്നേ തർക്കിക്കൂ. പിന്നെ അവളുടെ ഏട്ടത്തിയമ്മയ്ക്ക് മാത്രമല്ല, ഭർത്താവിന് നോവുന്നത് അവള് കാണും. ഇന്നത്തോടെ അവളുടെ വരവ് അവസാനിപ്പിക്കണം. ഇതുവരെ ഇല്ലാത്ത സൽക്കാരോ എന്റെ അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കരിച്ചതും പൊരിച്ചതൊക്കെ ഒരുപാട് ഉണ്ടാക്കി ഊട്ടുന്നേ. അമ്മ വരുമ്പോ പോലും ഇതുപോലൊരു സൽക്കാരമില്ല. നമ്മുടെ ബന്ധുക്കൾ ആര് വന്നാലും ഇല്ല. ഇവളതുപോലല്ലോ, ജയിൽ പുള്ളിയുടെ ഭാര്യയല്ലേ. അധികാർക്കും ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ടായിരിക്കും സൽക്കാരം കൂടിപ്പോയത്. എനിക്കൊന്നും കണ്ടു നിൽക്കാൻ വയ്യമ്മേ. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാ അരുണത് വകവെക്കത്തില്ല. ഉരുളിക്ക് ഉപ്പേരി, അതായിപ്പോ അവന്റെ രീതി. എല്ലാം ഞാൻ മാറ്റിക്കൊടുക്കും. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവളുടെ ബന്ധുക്കൾ വരുമ്പോ അവരുടെ മനസ്സിൽ മുറിവുണ്ടാക്കണം. അവളുടെ അവന്റെ അഹങ്കാരത്തിന് അങ്ങനെ വേണം മറുപടി കൊടുക്കാൻ. മോള് വാ. മോള് നന്നായിട്ട് കഴിക്കേ. ഇവളുമാരുടെ കൂടെ ഈ ജയിൽ പുള്ളിയുടെ ഭാര്യയ്ക്കൊപ്പം ഞാനിരിക്കാനോ?
എനിക്കറിയാമായിരുന്നു വിലക്കിയാലും അതൊക്കെ അവഗണിച്ചിട്ട് കയറി വരുന്ന്. ഇന്ന് സൽക്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊരു ശീലമാകും. കാർത്തൂനെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാ. അത് തന്നെ തെറ്റ്. പിന്നെ കാണാൻ വേണ്ടി വന്നവൾ എന്തിനാ ഇപ്പൊ കഴിക്കുന്നത്? മോളെ, ഉച്ചയൂണ് കഴിയുമ്പോ പിന്നെ ചായയുടെ സമയായി. അത് കഴിഞ്ഞാ പിന്നെ വെയിലൊക്കെ പോയിട്ട് മൊത്തത്തിൽ മങ്ങാൻ തുടങ്ങും. ആ സമയത്ത് ബസ് കയറി പോയാ ഇവളുടെ നാട്ടിലെത്തുമ്പോ ഇരുട്ടും. അതുകൊണ്ട് പിന്നെ നാളെ പോവാന്ന് വയ്ക്കും. എവിടെയെങ്കിലും പോയി നിന്നു കഴിഞ്ഞാൽ ആ ദിവസങ്ങളിലെ കാര്യം ശരിയായല്ലോ. ഞങ്ങളങ്ങനെ എല്ലായിടവും കയറി ഇറങ്ങുന്ന കൂട്ടത്തിലല്ല. അല്ലെങ്കിൽ പിന്നെ എന്തിനാടി മോളെയും കെട്ടി എഴുന്നള്ളിച്ചോണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അല്ലെങ്കിൽ അവള് പറയട്ടെ. അയാള് പറയാൻ ഒന്നുമില്ല അപ്പച്ചി. ആ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം സ്വന്തം മാമൻ തന്നെ അനന്തരവനെ കുടിക്കുന്നുള്ളത്. ഓ, അയാൾ അപ്പച്ചിയുടെ വീട്ടിലും വന്നല്ലോ ഞങ്ങളുടെ കല്യാണം മുടക്കാൻ. അത് കല്യാണം മുടക്കാനല്ലടാ വന്നത്. അയാള് വന്നതേ ഇവളുടെ സ്വഭാവം വെളിപ്പെടുത്താനാ. കണ്ണിക്കണ്ട ആണുങ്ങളുടെ ഒക്കെ പിന്നാലെ നടന്ന് ഒരുത്തിയാ നീ സ്വന്തമാക്കിയിരിക്കുന്നത്. എന്നിട്ട് അവള് കഴിഞ്ഞ ദിവസം ആനന്ദുവേട്ടന് ചായയുമായിട്ട് വന്നിരിക്കുന്നു. ഇവനെ കിട്ടിയല്ലോ, ഇനി അങ്ങോട്ട് നോട്ടം. ദേ അനാവശ്യം പറയരുത്. അനാവശ്യാണോടെ ഇവള് പറഞ്ഞത്? നിന്നെ മയക്കെടുത്ത പോലെ അനന്തൂനെ അവള് വശത്താക്കുന്ന ഇവൾക്ക് ഭയമുണ്ട്. അങ്ങനെ ഒരു ഭയം ഉണ്ടെങ്കിൽ ഞങ്ങളങ്ങ് മാറി താമസിച്ചോളാം. അത് ശരിയാ. വീടിനകത്ത് പൊട്ടിത്തെറി ഉണ്ടാവാതിരിക്കാൻ ഇവര് മാറി താമസിക്കുന്നതാ നല്ലത്. പിന്നെ ഈ വീട് കാര് നോക്കും. ഇവളെ കൊണ്ടുവന്നേന് എന്തെങ്കിലും പ്രയോജനം വേണ്ടേ? രണ്ടും കൂടി പറഞ്ഞ എങ്ങനെയാ അപ്പച്ചി? ജയിൽ പുള്ളിയുടെ ഭാര്യയും മകളെയും ഞാനിപ്പൊ ഇറക്കി വിട്ടു. ഇനി അതിനൊരവസരം ഉണ്ടാക്കാതിരുന്ന മതി. ഇവളെ കാണണമെന്നും പറഞ്ഞ് ഇവളുടെ ആൾക്കാര് ഇങ്ങോട്ട് വരാതിരുന്നാ മതി. അല്ലെങ്കിൽ തന്നെ വന്നും പോയി നിൽക്കുന്നവരൊന്നും ഇവളുടെ സ്വന്തക്കാരൊന്നും അല്ലല്ലോ. ജയിലിൽ കിടക്കുന്നവനും അന്യനാ. എടുത്ത് വളർത്തിയതിനപ്പുറം മറ്റു ബന്ധമൊന്നുമില്ലല്ലോ. രക്തബന്ധത്തേക്കാൾ വലുതല്ല അപ്പച്ചി സ്നേഹബന്ധം. അതേപ്പറ്റിയൊന്നും നീ മിണ്ടരുത്. നിന്റെ സ്നേഹമൊക്കെ ഞാൻ തൊട്ടറിഞ്ഞടാ. അത് കാട്ടേണ്ട സമയത്ത് നീ കാട്ടി. ജീവിതത്തിൽ ഇതുപോലെ ആരും എന്നെ തകർത്തിട്ടില്ലടാ. ഞാൻ തന്ന സ്നേഹത്തിന്റെ 4-1 അംശം പോലും നീ എനിക്ക് തന്നിട്ടില്ല. എന്നിട്ടിപ്പോ തർക്കിക്ക ഒരു ഗതിയും പരഗതിയില്ലാത്ത ഒരുത്തിക്ക് വേണ്ടി. കാർത്തു ആരോട് ഒരു വഴക്കിനും പോകുന്നില്ല. പവിത്ര കാർത്തുവിന് അമ്മയെ പോലെയാ. അങ്ങനെയുള്ളപ്പോ ഇവളെ ഒന്ന് കാണണമെന്ന് തോന്നില്ലേ? അവരെ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് ഇറക്കി വിട്ടത് നന്നായെന്ന് ഞാൻ എന്തായാലും പറയില്ല. പവിത്ര മാത്രമല്ല, ആ കുട്ടിയുടെ മോക്കും ആഹാരം പകുതിയാക്കി പോകേണ്ടി വന്നില്ലേ? കള്ളന്റെയും കൊലപാതകിയുടെയും മോള. അവരാഹാരം പകുതിയാക്കി പോയെങ്കിൽ അത് കൂടുതൽ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഹായ്, അച്ഛനെത്തി. മോളും ഉണ്ടായിരുന്നോ? ഒരുപാട് നാളായില്ലേ എന്റെ ചക്കരയെ കണ്ടിട്ട്. എന്താടാ എടി, നീ നോക്കി നിൽക്കാതെ മോളെ ഒന്ന് എടുത്ത് പൊക്കിയേ. അച്ഛൻ എപ്പോഴാ അച്ഛാ പുറത്ത് വരുന്നേ? ഉടനെ വരും മോളെ. പറഞ്ഞത് അത്രയും കണ്ണേട്ടനെയാ. അതാ എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞത്. ജയിൽ പുള്ളി എന്ന പേരാ പ്രശ്നം. ആ പേരെങ്ങനെ കിട്ടിയെന്ന് അവർക്കറിയേണ്ട കാര്യമില്ലല്ലോ. വഴിയിൽ 10 എണ്ണം കിടന്നാ പോലും അതെടുക്കാറില്ല കണ്ണേട്ട്. എത്ര വിലപിടിപ്പുള്ള സാധനമാണേലും അതങ്ങനെ തന്നെയാ. പിന്നെ നമ്മളൊക്കെ കട്ട് ജീവിക്കുന്നവരാണെന്നാ അപ്പച്ചിയുടെ പറച്ചിലും ധാരണയൊക്കെ. അവരുടെ അമർഷോ അവര് പറഞ്ഞു തീർക്കുന്നത്.
അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കണ്ട. അവരിങ്ങനെ ഏത് നേരവും പറഞ്ഞോണ്ടിരിക്കും. എന്നുവെച്ച് എല്ലാ കാലവും ഒരു ഭാഗം തന്നെ ജയിക്കില്ലല്ലോ. ഇവിടെ തന്നെ കരുണന്റെ കാര്യം പരിങ്ങല്ലായി. എങ്ങനെ നടന്നതാ? മിക്കവാറും കെട്ടിപ്പൊക്കിയതൊക്കെ ചീട്ടുകൊട്ടാരം പോലെ തകരും. അതൊരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ബാധകമാണ്. കാർത്തൂനെ പോലൊരു പാവം പെൺകുട്ടിയെ മഷിയിട്ട് നോക്കിയാലും കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കാർത്തൂന്റെ മനസ്സ് വേദനിച്ച ചേർത്തെടുത്ത ഭഗവതിയുടെ മനസ്സ് നോവും. അങ്ങനെ വന്ന കാർത്തൂനെ പറയുന്നവർക്കൊക്കെ ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുകയും ചെയ്യും. അരുൺ സാറിനെ പിന്നാലെ നടന്ന് വരുതിയിലാക്കിയതല്ലോ കാർത്തു, തിരിച്ചല്ലേ സംഭവിച്ചത്. അതിനുശേഷം കല്യാണം നടത്താൻ വേണ്ടി സാർ എന്തെല്ലാം കള്ളം പറഞ്ഞു ചെയ്തു. എന്നിട്ട് കാർത്തുവിനെ കുറ്റപ്പെടുത്തിയ എല്ലാം അറിയുന്ന ദേവിക്ക് അത് പൊറുക്കാൻ പറ്റുമോ? പവിത്ര വിഷമിക്കണ്ട. കാർത്തു ആഗ്രഹിക്കുന്ന ഒരു ജീവിതം മുന്നിലുണ്ട്. അതുവരെ ഇത്തിരി വിഷമങ്ങളൊക്കെ നേരിടേണ്ടി വരും. അതല്ല പപ്പേട്ട, കണ്ണേട്ടൻ ജയിലിൽ നിന്ന് വരുമ്പോ എന്തായാലും കാർത്തൂനെ കാണാൻ പോവും. ആ നേരത്ത് ഇതുപോലെ ഓരോന്നൊക്കെ പറഞ്ഞ കണ്ണേട്ടൻ അത് സഹിക്കാൻ പറ്റില്ല. ആ സമയത്തുമ്പോഴേക്കും എല്ലാം കലങ്ങി തെളിയുന്നു കരുതാം. എന്തായാലും കാർത്തൂനെ കാണാൻ ഇനി അരുൺ സാറിന്റെ വീട്ടിലേക്ക് ഞാനില്ല. ആരെന്തു പറഞ്ഞാലും സഹിക്കാം. കണ്ണനെ ജയിൽ പുള്ളിന്നും കള്ളനെന്നൊക്കെ പറഞ്ഞ അറിയാതങ്ങ് പ്രതികരിച്ചു പോകും. അന്ന് ഞാൻ വേഷം മാറി വന്നത് ആ ബന്ധം നടക്കാതിരിക്കാൻ വേണ്ടി തന്നെയാ. അത്രയ്ക്ക് കൊള്ളരുതാത്ത പെൺകുട്ടിയാ. അരുൺ സാറിനെയും അവളെയും തമ്മിൽ തെല്ലിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതല്ല. ഒരുപാട് പേരെ പ്രേമിച്ചവളാ ഈ കാർത്തു. ചേർത്തയെടുത്ത് കാർത്തു എന്നാണല്ലോ നിങ്ങൾ അവളുടെ പേര് പറഞ്ഞത്. ആ, അങ്ങനെയാ അവൾ അറിയപ്പെടുന്നത്. പിന്നെ ജയിലിൽ കിടക്കുന്നവനെ എല്ലാവർക്കും പേടിയാ. അവൻ കഞ്ചാവ് കേസിലല്ലേ അകത്തായത്. കഞ്ചാവും കള്ളും അടിച്ചു നടക്കുന്നവന്മാർക്ക് ഗുണ്ടായുസവും ഉണ്ടാകും. എടുത്തു വളർത്തിയതാണെങ്കിലും അവന് വലിയ കാര്യമായി കാർത്തൂനെ. അത് നാട്ടുകാർക്ക് മൊത്തം അറിയാം. അതുകൊണ്ടാ അവര് കമാന്നൊരക്ഷരം മിണ്ടാത്തത്. ഞാനും അതുകൊണ്ട് തന്നെയാ ഇവിടെ വേഷം മാറി വന്നത്. ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നറിഞ്ഞാ എന്റെ കാര്യം കട്ടപ്പുകയാ. കൊന്നു തള്ളും. ജയിലിൽ കിടക്കുന്നവന് പിന്നെ അവിടെ കിടക്കാൻ പിന്നെ മടിയൊന്നും കാണില്ലല്ലോ. ഇതൊക്കെ ഞാൻ അരുൺ സാറിനോട് തുടക്കത്തിലേ പറഞ്ഞതാ. അതിന് ജയിലിൽ കിടക്കുന്ന അവന്റെ കൂട്ടുകാരൻ എന്നെ തല്ലി. 4-5 ദിവസം ഞാൻ തിരുമലൊക്കെ ആയിട്ട് കിടക്കുകയും ചെയ്തു. എനിക്കൊരു ഗുണ്ടയും പേടിയില്ല. അവളെ ഞാൻ അവനുമായി പിരിച്ചിരിക്കും. അതിൽ തർക്കമൊന്നും വേണ്ട. അതിനെന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. അല്ല, ഇപ്പൊ എങ്ങനെയുണ്ട് അവളുടെ അവിടുത്തെ ജീവിതം? അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ. കുഞ്ഞോ? അതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ? കല്യാണത്തിന് മുന്നേ അവള് വിശേഷം അറിയിച്ചു. നേരത്തെ താലികെട്ട് നടന്നല്ലോ. അത് കഴിഞ്ഞാണല്ലോ കല്യാണം എന്ന പ്രഹസനം നടന്നത്. അയ്യോ, ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. എല്ലാ അർത്ഥത്തിലും അവനെ കുടുക്കിയിട്ട അവള് പാലക്കൽ തറവാട്ടിലേക്ക് കടന്നു വന്നത്. അയ്യോ, അതിനൊക്കെ അവള് ബഹുമിടിക്കുക. എവിടെ ചെന്നാലും അവിടെ ഉള്ളവരെ അവള് കയ്യിലെടുത്തിരിക്കും. പിന്നെ ദേവ പേടിക്കൊന്നും വേണ്ട കേട്ടോ. അരുൺ സാറിനേക്കാളും നല്ല ഒരുത്തനെ കാണുമ്പോ അവൾ അവന്റെ പിന്നാലെ അങ്ങ് പൊക്കോളും. എങ്കിലും അവന്റെ ഒരു കുഞ്ഞ് അവളുടെ വയറ്റിലില്ലേ? ആ കുഞ്ഞ് അരുൺ സാറിന്റേതാണെന്ന് എന്താ ഉറപ്പ്? അങ്ങനെ ഒരു ഉറപ്പ് എനിക്കുമില്ല. അത് ദേവയുടെ അനന്തരവന്റേതായിരിക്കില്ല. അത് 3 തരവാ. എന്റെ അപ്പച്ചിയുടെ കാര്യം മനസ്സിലാക്കാം. എന്നാ അവനെന്തിനാ എപ്പോഴെപ്പോഴും അപ്പച്ചിയുടെ വീട്ടിൽ കയറി ഇറങ്ങുന്ന? ഈ ബന്ധം 2 അടങ്ങുന്നുള്ള വാശിയില കാരണം. ദീപനോടും പപ്പനോടും പറഞ്ഞാ മതി. അവന്റെ കാര്യം ഇന്നത്തോടെ തീർത്തോളൂ. സ്വന്തം മോള് വഴിതെറ്റി സഞ്ചരിക്കുക. വിജിതയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ദീപന്റെ. അത് മനസ്സിലാക്കാതെ അവൻ ഞങ്ങളുടെ ബന്ധം ഇല്ലാതാക്കാൻ നടക്കുന്നു. ഈ ദേഷ്യത്തിന് ആ സത്യം അങ്ങ് പൊട്ടിക്കേണ്ടതാ. അവന്റെ മരുമകനെ എല്ലാം അറിയിക്കേണ്ടതാ. അറിയിച്ചിട്ട് എന്താ കാര്യം? കരുണനേക്കാളും താഴെ ഉണ്ണി. അവന്റെ ഭാര്യ വലിയ വിശ്വാസ. അതുകൊണ്ട് സത്യങ്ങൾ പറയുന്നവർ നാണം കിടയുള്ളൂ. അതിന് മാർഗമുണ്ടടാ.
മറ്റുള്ളവർ പറയുന്നതാണല്ലോ അവൻ വിശ്വസിക്കാത്തത്. നേരിൽ ചില കാഴ്ചകൾ കാണുമ്പോ അത് കെട്ടിച്ചമച്ചതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ദീപൻ ഒരു വാക്ക് പറഞ്ഞാ മതി, അവൻ കാണേണ്ട കാഴ്ച ഉണ്ണിക്ക് കാണിച്ചു കൊടുക്കും. അതൊന്നും വേണ്ട. നമ്മളായിട്ട് ഉണ്ണിയെ ഒന്നും അറിയിക്കണ്ട. അതിനൊക്കെ ദീപൻ ചില സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ അറിയിക്കട്ടെ. അല്ല, അതൊക്കെ പോട്ടെ. കാർത്തൂന്റെ കാര്യം അവിടെ പരിങ്ങല്ല അല്ലേ? കാർത്തൂന്റെ വയറ്റിലൊരു കുഞ്ഞില്ലാന്ന് അറിഞ്ഞിട്ട് കൂടി അമ്മയ്ക്ക് അയാളോട് ദേഷ്യമൊന്നുമില്ല. അതാ ഒരു സമാധാനം. പിന്നെ ഏട്ടത്തി അപ്പച്ചി ഒത്തുകൂടുമ്പോ അവരുടെ വായിലിരിക്കുന്നൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ട്. അവരുടെ സ്വഭാവം അറിയാന്നുള്ളതുകൊണ്ട് കാർത്തു അതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല എന്ന് മാത്രം. എങ്ങനെയെങ്കിലും കാർത്തൂനെ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ നോക്കടാ. കാർത്തു നിന്റെ വീട്ടിൽ താമസിച്ചാൽ നീ പോലും അറിയാതെ നിങ്ങൾക്ക് വേർപിരിയാനുള്ള കാരണങ്ങളുണ്ടാവും. അതോർത്തോളണം. ഈ തെളിയവളി എന്തിനാ എന്നെ ഇപ്പൊ വിളിക്കുന്നത്? ആ പറയടോ. എന്റെ കരുണ, തന്റെ സ്പിരിറ്റ് ലോറി പിടിച്ചോളൂ. ഗോഡൌണി റെയ്ഡ് നടക്കുക. ടി വിക്കാരും പത്രക്കാരും ഒക്കെ ഉണ്ട്. എവിടെയെങ്കിലും പോയി ഒളിച്ചോ? എവിടെ പോയി ഒളിക്കാനാണോ വിശ്വ? തനിക്ക് ഒരുപാട് ഗോഡൌണുകൾ ഉണ്ടല്ലോ ആരും അറിയാത്ത സ്ഥലത്ത്. അവിടെ എവിടേക്കെങ്കിലും പോ. ശരിക്കും പെട്ടോടോ? ഏതാണ്ട് പെട്ട അവസ്ഥയാ. CI ബാഹുലയം തിരിഞ്ഞു. അയാള് സത്യമൊക്കെ അറിഞ്ഞെന്നാ തോന്നുന്നത്. എന്നാ പിന്നെ ഇനി രക്ഷയൊന്നുമില്ല. എവിടെയെങ്കിലും ഒളിവിലിരിക്കുന്നതായിരിക്കും നല്ലത്. അതാ തൽക്കാലം നല്ലത്. ഞാൻ വെക്കുക. അയ്യോ വിശ്വ, വിശ്വ, ഇനി അങ്ങനെ എങ്ങനെ രക്ഷിക്കാനാ? എല്ലായിടത്തും പോലീസുകാർ നിരങ്ങും, എല്ലാ സമ്പത്തും നഷ്ടപ്പെടും. നീ ഒറ്റ ഇതിനെല്ലാം കാരണം. മനുഷ്യന്റെ ജീവനെടുക്കാൻ നടക്കുന്ന ഒരുത്തനെ കയറി പ്രേമിച്ചു. അവൻ രക്ഷിക്കോ നിന്റെ പപ്പേ? അമ്മയുടെ താലി അറുത്തിട്ട് താലി കെട്ടിയവനെ വഞ്ചിക്കുക. നീയൊക്കെ ഏത് കാലത്ത് നന്നാവാനടി? എന്നെ വെറുതെ പഴിക്കാതെ പപ്പ എങ്ങനെ രക്ഷിക്കാന്ന് ചിന്തിക്കമ്മ. അവന്റെ സ്പിരിറ്റും മാറ്റും ഒക്കെ സൂക്ഷിക്കുന്ന ഒരുപാട് ഗോഡൌണുകളുണ്ട്. അവിടെ എവിടെയെങ്കിലും കാണും. എവിടെ പോയി വിളിച്ചാലും അവനിന് രക്ഷയൊന്നുമില്ല. അവന്റെ എല്ലാ സ്ഥാപനങ്ങളും റെയ്ഡ് ചെയ്ത് കഴിഞ്ഞു. ഈ താലൂക്കിൽ തന്നെ 2-3 ഫൈനാൻസേഴ്സ് ഉണ്ട് അവന്. അല്ലാതെ പലിശയ്ക്ക് പണം കൊടുക്കുന്നുണ്ട്. അതെല്ലാം വെളിച്ചത്ത് വന്നു കഴിഞ്ഞു. ഇനി ഇടം വലം തിരിയാൻ അവന് പറ്റില്ല. ഒന്നല്ല, 1000 കേസ് അവന്റെ പേരിൽ ചുമത്തും ഞാൻ. ഇനിയുള്ള കാലം മുഴുവൻ ജയിലിൽ കിടത്തും. കണ്ണേട്ടൻ പാവായിരുന്നു സാറേ. നാട്ടുകാർക്ക് പോലും മായം കലരാത്ത പച്ചക്കറി കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ആ കടയെന്നാ കഞ്ചാവ് കണ്ടെടുത്തത്. കർണന്റെ ആൾക്കാരെ കൊണ്ടുവച്ചത്. എന്നിട്ട് അവൻ കണ്ണനെ കുടുക്കി. ഇപ്പൊ അവന്റെ ഗോഡൌണിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുത്തിട്ടുണ്ട്. മയക്കുമരുന്ന് വേറെയും. എല്ലാ പരിപാടിയും അവനുണ്ട്. അതുകൊണ്ട് ആ കണ്ണനെ കാണുമ്പോൾ പറഞ്ഞേക്ക്, അനന്തരവനെ ചതിച്ച മാമൻ വൈകാതെ അവിടേക്ക് വരുന്നുണ്ടെന്ന്. കരുണനെ പിടിക്കാൻ ഞങ്ങളും സഹായിക്കാം സാറേ. ഞങ്ങളും ഓരോ മുക്കും മൂലയെ അരിച്ചു പെറുക്കുന്നുണ്ട്. അവൻ ഈ നാട്ടിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് സന്ദേശം പോയിട്ടുണ്ട്. അതുകൊണ്ട് 1-2 ദിവസമുള്ളിൽ അവൻ കൊടുക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരണം. ദീപൻ തല്ലുകൊണ്ട് കിടന്നപ്പോ അവൻ സ്റ്റേഷനിലേക്ക് വന്നാലേ ഇനി നിങ്ങളും കാണണവനെ. ഞങ്ങൾക്കൊരുത്തന്റെയും പരാജയം ആഘോഷിക്കുന്ന പരിപാടിയൊന്നും ഇല്ല സാർ. തെറ്റ് ചെയ്തവൻ അഴിയെണ്ണണം, നിരപരാധികൾ പുറത്ത് ജീവിക്കണം, അത്രേ ഉള്ളൂ. മുങ്ങട്ടെ, കഴുത്തറ്റ മുങ്ങട്ടെ, എന്നിട്ട് സാധാരണക്കാരനെ പോലെ ചിന്തിക്കട്ടെ. ആ ഹോസ്പിറ്റലും ലോണിലായിരിക്കുമല്ലോ. അടവ് കൃത്യവനെന്നുണ്ടെങ്കിൽ ജപ്തി നടപടികൾ എടുക്കും. നമ്മുടെ തറവാട് ജപ്തി ചെയ്യാൻ പോയപ്പോ സൂത്രത്തിൽ അത് കൈക്കലാക്കിയ ആളാ. ഇനി അങ്ങനെയുള്ള സ്വത്തുക്കൾ കണ്ടു കിട്ടുമ്പോ അയാൾ അത് എങ്ങനെ നിലനിർത്തുന്നു നോക്കാം. അമ്മയുടെ കാര്യം കഷ്ടത്തിലാ. കുറച്ച് കഷ്ടപ്പെടട്ടെ. എന്തെങ്കിലും നിനക്കൊപ്പം വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് കയ്പ് നീര് കുടിച്ചിട്ട് വേണം വന്ന് നിൽക്കാൻ. എങ്കിലേ നല്ലൊരു അമ്മായിയമ്മയെ നിനക്ക് കിട്ടുള്ളൂ. എല്ലാവരും അവരവരുടെ കാര്യം മാത്രം നോക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കണം. അതിന് ഇത്തരം തിരിച്ചടികൾ ഉണ്ടായേ പറ്റൂ. കരുണമ്മാമ്മയുടെ ഈ വാർത്ത കേട്ടിട്ട് നമുക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടായില്ലല്ലോ. എന്നാ ഞാൻ ജയിലിലേക്ക് വന്നപ്പോ അയാൾ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചെന്നാ കേട്ടത്.
ശത്രുക്കളാണെങ്കിലും ഒന്ന് വീണ് കഴിയുമ്പോ അവരെ നോക്കി കൊഞ്ഞനം കുത്തുന്നത് ശരിയല്ല. അങ്ങനെ ചെയ്താലേ അതിന്റെ ഇരട്ടി നമ്മളെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കാൻ മുകളിൽ ഒരാൾക്ക് പറ്റും. ആ സത്യം അറിയാത്തവരാ സകല വൃത്തികേടുകളും ചെയ്യുന്നത്. എനിക്ക് വേണ്ടിയല്ലേടി. അപ്പൊ പിന്നെ കുറച്ചു നേരം കാത്തു നിൽക്കാം. പപ്പ എവിടെ ഉണ്ടെന്ന് അറിയില്ല. പോലീസ് പപ്പയെ തേടി നടക്കുക. ഏതു നിമിഷം പിടിക്കപ്പെടും. എന്റെ പപ്പയെ ഒറ്റിക്കൊടുത്തിട്ടാ ഞാൻ ദീപേട്ടനെ ഇറക്കിയത്. അതൊരു നല്ല കാര്യമല്ലേ മോളെ. ശരിക്കും ജയിലിൽ കിടക്കേണ്ട ആള് കരുണനാ. ഞാൻ നിരപരാധിയല്ലേ. പപ്പയ്ക്ക് ജയിലിലേക്ക് പോണ്ടി വരുമോ? പണവും സ്വാധീനവും ഒക്കെ ഉണ്ടല്ലോ നിന്റെ പപ്പയ്ക്ക്. ഒന്ന് ആഞ്ഞു ശ്രമിക്കാൻ പറ, ചിലപ്പോ രക്ഷപ്പെടും. ജയിലിലേക്ക് പോവാണെങ്കിൽ ആ കണ്ണനൊപ്പം ആയിരിക്കുമല്ലോ കിടക്കേണ്ടത്. അപ്പോ ജയിലിനകത്ത് പുള്ളിക്കാരനൊരു കൂട്ടായല്ലോ. എന്തു കൂട്ട്? അങ്ങനെ ജയിലിനകത്തിട്ട് എന്റെ പപ്പയെ കൊല്ലാനും മടിക്കില്ല. കണ്ണേട്ടൻ അങ്ങനെ ഒന്നും ചെയ്യില്ലടി. അങ്ങനെ ഞാൻ അടുത്തറിഞ്ഞതാ. പിന്നെ അങ്ങനെ സന്തോഷിക്കും. അതെന്തുകൊണ്ടാണെന്നറിയൂ? കണ്ണേട്ടൻ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നതിന് കാരണക്കാരൻ നിന്റെ പപ്പ ആയതുകൊണ്ട്. ആ വൈരാഗ്യം എന്തായാലും കാണാതിരിക്കില്ലല്ലോ. അമ്മ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക. എന്റെ കുഞ്ഞ് ദീപേട്ടന്റെ ആണെന്ന് പറഞ്ഞതിന്റെ ഷോക്കിലായിരുന്നു രണ്ടാളും. അതിന്റെ പിന്നാലെ ഇതും കൂടി. എടി, കുഞ്ഞ് എന്റെ കുഞ്ഞാണെന്ന് നീ എന്തിനാ എല്ലാരോടും പറഞ്ഞു നടക്കുന്നത്? ചോദ്യം ചെയ്യൽ കൂടിയപ്പോഴാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നാ പിന്നെ ആ ഉണ്ണിയുടെ അടുത്തും പോയി പറ. അതല്ലേ നല്ലത്. പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. ഉണ്ണിയേട്ടൻ എന്നെ തള്ളി പറയുമ്പോ ദീപേട്ടൻ എന്നെ ഏറ്റെടുത്താ മതി. അത് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞതാ. ഞാൻ ദീപേട്ടനെ ജീവിക്കാൻ വേണ്ടതൊക്കെ തന്നു കഴിഞ്ഞു. വേണമെങ്കിൽ മതിലകം തറവാട് എഴുതി തരാം. പക്ഷെ അവിടെ എനിക്കൊപ്പം ജീവിക്കണം. നീ തന്നതൊക്കെ വേണമെങ്കിൽ തിരിച്ചു തരാം. എന്നാലും ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി ആരോടും സത്യങ്ങൾ പറയാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. അങ്ങനെയാണെങ്കിൽ ഈ ബന്ധം സ്മൂത്ത് ആയിട്ട് പോകും. എടി, ഓരോ ബന്ധം തുടങ്ങുമ്പോഴും ഓരോ ഉടമ്പടി ഉണ്ടാവും. അത് തെറ്റിക്കാൻ പാടില്ല. അല്ല, നിനക്കൊന്ന് ചുറ്റാൻ പോണോ? അതിനൊന്നുള്ള മൂഡിലല്ല ഞാനിപ്പോ. പപ്പയെ പോലീസ് പിടിക്കുമെന്നുള്ള ആദ്യം നടക്കുക. ഇത്രയും ത്യാഗമൊക്കെ ചെയ്തിട്ടും എന്നോട് ദീപേട്ടന് ഒരു സ്നേഹവും ഇല്ല. അതിനേക്കാൾ ത്യാഗം ഞാൻ ചെയ്തില്ലടി നിനക്ക് വേണ്ടി. ഇപ്പൊ നീ സത്യം പറഞ്ഞു. എന്നാ നിനക്ക് വേണ്ടി കള്ളം പറഞ്ഞിട്ടാ ഞാൻ ജയിലിൽ പോയത്. അതുകൊണ്ട് ത്യാഗത്തിന്റെ കഥയൊന്നും നീ കൂടുതൽ പറയാൻ നിൽക്കണ്ട. നീ കേറ്. ഇത് കണ്ടോ? കഴിഞ്ഞ തവണത്തെ പോലെ പാളിപ്പോവില്ല. മോളിത് ഭക്ഷണത്തിൽ കലർത്തണം. എന്നിട്ട് അവൾക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കണം. ഇന്ന് ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് മെല്ലെ വയറുവേദന അനുഭവപ്പെട്ടോളും. പിന്നെ കുഞ്ഞിന്റെ കാര്യം നോക്കണ്ട. ഉറപ്പാണല്ലോ? ഞാൻ വെറുതെ മോളോട് എന്തെങ്കിലും പറയോ? കഴിഞ്ഞ തവണയും ഇതുപോലെ അമ്മ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതാ. എന്നിട്ട് അവസാനം കുഞ്ഞിന് ഒന്നും സംഭവിച്ചില്ല. ഒരു തവണ അബദ്ധം പറ്റിയെന്ന് കരുതി എപ്പോഴും അങ്ങനെ ആവണമെന്നുണ്ടോ? വീര്യം കൂടിയ പച്ചിലമരുന്ന് പൊടിച്ചതാ. അവൾക്ക് വയറുവേദന ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പിച്ചോ, കുഞ്ഞ് അലസിപ്പോകുന്നതിന്റെ സൂചനയത്. ദാ
നീ എന്താ പതിവില്ലാതെ അടുക്കളയില്? ഞാൻ വീട്ടിൽ ചെന്നപ്പോ അമ്മ എന്നെ ഉപദേശിച്ചു അടുക്കളപ്പണി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. ആഹാരം കഴിക്കാറായല്ലോ, എല്ലാം ഡൈനിങ് ടേബിളിലോട്ട് എടുത്തു വെക്കാന്ന് കരുതി. ഇന്നു മുതൽ ഏതായാലും ഞാൻ ആർക്കും അയിത്തം കൽപ്പിച്ച് മാറി നിൽക്കുന്നില്ല. എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ആഹാരം കഴിക്കാൻ പോവാ. എന്താ ഇപ്പൊ ഇങ്ങനൊരു മാറ്റം? ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ പോയപ്പോ അമ്മ ഉപദേശിച്ചെന്ന്. പിന്നെ അച്ഛന്റെ കാര്യം പറയണ്ടല്ലോ, എല്ലാവരുമായിട്ട് ഇടപഴകി ജീവിക്കണമെന്നാ രണ്ടുപേരുടെയും ഓർഡർ. ശരത്ത് അങ്ങനെ പറയാനുള്ള സാധ്യതയുണ്ട്. എന്നാ ദേവയ്ക്ക് എന്താ പറ്റിയത്? എന്തായാലും അരുണിന്റെയും കാർത്തുന്റെയും വിവാഹം കഴിഞ്ഞു. ഇനി വഴക്കിട്ട് പോയിട്ട് എന്താ അമ്മായി കാര്യം? മോളെ, ഫലം കണ്ടു തുടങ്ങിയമ്മേ, എല്ലാം നേരെയായി വരുന്നുണ്ട്. അവൾക്ക് വേദന തുടങ്ങി, വയറുവേദന. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയോ മോളെ? കൊണ്ടുപോകാനുള്ള ഒരുക്കത്തില. കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾക്കകം നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടും. ഇത്തവണ അമ്മയുടെ മരുന്ന് പാളിപ്പോവില്ലെന്ന് മനസ്സിലായല്ലോ. ഇന്നത്തെ ദിവസം കഴിഞ്ഞാലേ അത് പറയാൻ പറ്റൂ. ഇന്നത്തെ ദിവസം കഴിയണ്ട, ഇന്ന് തന്നെ അറിയാൻ കഴിയും. മോള് ധൈര്യമായിട്ടിരിക്ക. ശരിയമ്മേ, ഞാൻ ഉടനെ ഇവിടെ എത്തിക്കോളാം. എന്നിട്ട് ബാക്കി കാഴ്ചകൾ നമുക്ക് ഒന്നിച്ചു കാണാം. എന്താ മിഴിച്ചു നോക്കി നിൽക്കുന്നേ? എന്തെങ്കിലും കേട്ടായിരുന്നോ? സന്തോഷമുള്ള കാര്യമാണ് മോളുമായിട്ട് സംസാരിച്ചതെന്ന് മനസ്സിലായി. അതെ, അനാഥ പെണ്ണിന് വയറുവേദന തുടങ്ങി. അവളെ അരുൺ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോവാ. കാർത്തൂന് കുഞ്ഞിനെ നഷ്ടപ്പെടണമെന്നാണ് അമ്മയുടെ മോളുടെ ആഗ്രഹമെന്നും അറിയാം. അതെ, അങ്ങനെ തന്നെയാ. ആദ്യം കുഞ്ഞു പോണം, പിന്നെ അവളും. അത് തന്നെ ആഗ്രഹം. എന്നേക്കാൾ കൂടുതൽ അരുണിനെ തനിക്കറിയാം. അവൻ കാർത്തൂന് മരിച്ചാലും വിട്ടുകളയില്ല. എന്നാ കേട്ടോ, ഞാൻ മരിച്ചാലും ശരി, അവനൊപ്പം അവള് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്തിനാ ദേവേ വെറുതെ ഈ വിഷയത്തിൽ ഇങ്ങനൊരു വാശിയെടുക്കുന്നത്? കല്യാണം കഴിഞ്ഞ ഒരുത്തിനു വേണ്ടി മോളോട് കാത്തിരിക്കാൻ പറയുന്നത്? എന്റെ മോൾക്കേ ഇപ്പോഴും അരുണിനെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ആഗ്രഹത്തിനൊപ്പം ഞാൻ നിൽക്കും. അതിന് ശ്രമിക്കാതെ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മറ്റൊരു വിവാഹത്തിന് പ്രേരിപ്പിക്കുകയല്ലേ വേണ്ടത്? ഈ ജന്മം ഞാൻ അങ്ങനെ ചെയ്യില്ല. മഞ്ജുവിന് കൂട്ട് മാള് തന്നെ ആവണം. അതാ മഞ്ജുവിന്റെ ആഗ്രഹം. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിക്ക് കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് ചിന്തിക്കാതെ മറ്റുള്ളവരുടെ മനസ്സറിഞ്ഞ് പെരുമാറുകയല്ലേ വേണ്ടത്? നിങ്ങളത് ചെയ്യുന്നുണ്ടോ? എത്രയോ തവണ പറഞ്ഞു ബന്ധം പിരിഞ്ഞു പോവാൻ. എന്റെ മനസ്സതാണ്. അതറിഞ്ഞ് നിങ്ങൾ പെരുമാറുന്നുണ്ടോ? അങ്ങനെ ബന്ധം പിരിയാൻ നമ്മൾ തമ്മിൽ എന്ത് ഇഷ്യൂ ഉള്ളത്? ഇത് തന്നെ രണ്ടഭിപ്രായം. ഞാനല്ല, എന്റെ സ്ഥാനത്ത് മറ്റൊരാളാണ് തന്റെ ഭർത്താവെങ്കിൽ ഇത് തന്നെ. എന്റെ കാർത്തൂനെ കിട്ടാൻ വേണ്ടി ഞാൻ അതല്ല അതിന്റെ അപ്പുറമുള്ള കള്ളം പറഞ്ഞാനെ. അപ്പോഴതായിരുന്നു എന്റെ മാനസികാവസ്ഥ. നമ്മള് 2-2.5 മണിക്കൂർ യാത്ര ചെയ്തിട്ട് എന്റെ നാട്ടിലോട്ട് പോകുന്നത് അബദ്ധമല്ലേ? ഒരു അബദ്ധമില്ല. താൻ അബോഷനായെന്ന ധാരണയില് അപ്പച്ചി ഏട്ടത്തേക്ക് സന്തോഷമായിട്ടിരിക്കട്ടെ. അപ്പൊ നമുക്ക് എല്ലാരും കണ്ട് സന്തോഷം അടങ്ങാം. ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല. അത്യാവശ്യം വേണ്ടാത്ത സ്വഭാവങ്ങളൊക്കെ കയ്യിലുണ്ട്. എല്ലാ മനുഷ്യനും അവന്റേതായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ. അത് നമ്മൾ പറയേണ്ടവരോട് പറയും. എന്നാ അതിനൊപ്പം അവര് നിൽക്കാതിരുന്ന, അതിനെ നിരന്തരം എതിർത്തോണ്ടിരുന്ന, നമ്മുടെ തീവ്രമായിട്ടുള്ള ആഗ്രഹങ്ങൾ നടത്താൻ വേണ്ടി നമുക്ക് മറ്റുള്ള വഴികളെ പറ്റി ചിന്തിക്കേണ്ടി വരും. ഇവിടെ സംഭവിച്ച അത് തന്നെ. അപ്പച്ചി ഒരിക്കലും എന്നെ സ്നേഹിക്കുമെന്ന് തോന്നുന്നില്ല സാർ. അപ്പച്ചി ഏട്ടത്തിയൊന്നും സ്നേഹിക്കില്ല. എന്നാ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു അമ്മയുണ്ട് എന്റെ വീട്ടില്. പിന്നെ താൻ ആഗ്രഹിക്കുന്നേക്കാൾ അപ്പുറം സ്നേഹം തരാൻ ഒരു ഭർത്താവും. പക്ഷെ തിരിച്ചിതുവരെ ഒരു ഭാര്യ ആയിട്ടില്ല താൻ. അതില് സാറിന് വിഷമമുണ്ടോ? ഏയ്, ഒരു വിഷമമില്ലടോ. ഇപ്പോഴത്തെ സാഹചര്യത്തില് നമുക്കൊരു കുഞ്ഞ് പ്രാക്ടിക്കൽ അല്ല.
താൻ അമ്മയാകാൻ പോകുന്നു അറിഞ്ഞ വയറ്റിനകത്ത് വെച്ച് എന്നെ കുഞ്ഞിനെ കൊല്ലാൻ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മരിക്കാനായിട്ടൊരു കുഞ്ഞ് ജനിക്കണ്ട. എല്ലാത്തിനൊരു സമയമുണ്ട്. ആ സമയത്തെ നമ്മൾ ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കൂ. ഏതായാലും ഒന്നിച്ചല്ലോ, അത് തന്നെ മഹാഭാഗ്യം. എങ്കിലും ഇത്രയും പ്രയാസപ്പെട്ട് ഇവളെ കെട്ടണ്ടായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ടോ? ഒരിക്കലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ഒരുപാട് റിസ്ക് എടുത്തെങ്കിലേ അതിന് റിസൾട്ട് ഉണ്ടായെന്നേ ഞാൻ പറയൂ. എന്റെ ജീവിതത്തില് തന്നെ പോലെ പെൺകുട്ടിയെ എനിക്ക് കണ്ടെത്താൻ പറ്റില്ലടോ. അത് ഞാൻ എവിടെയും പറയും. കാർത്തുവിന്റെ വയറ്റിലൊരു കുഞ്ഞില്ല എന്നുള്ള കാര്യം അമ്മയോട് പറഞ്ഞ കാര്യം പവിത്ര എന്നോട് പറഞ്ഞു. മറ്റാരത് അറിഞ്ഞില്ലല്ലോ. അതാണ് രസം. കുഞ്ഞിനെ കളയാൻ ദാ ഇന്നും ഭക്ഷണത്തെ എന്തോ കലർത്തി എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഭക്ഷണം കഴിച്ച ശേഷം വേദന അഭിനയിച്ച് കാർത്തുവിനെ കൊണ്ട് ഡോക്ടറെ കാണാൻ പോകുന്ന പറഞ്ഞ് മുങ്ങുമായിരുന്നു. അല്ലാതെ വീട്ടിൽ നിന്ന് കാർത്തുവിനെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ലല്ലോ. നമ്മളെല്ലാരും കൂടി നിന്റെ കല്യാണം നടത്തിയ പോലെ ഇനി അപ്പച്ചിയെ ഒതുക്കാനും എന്തെങ്കിലും മാർഗം കണ്ടെത്തണല്ലോ. ഞാൻ നോക്കിയിട്ട് അതിനി ഒരു മാർഗവുമില്ല. ഇവിടേക്ക് ജോലിക്ക് വരുമ്പോ കാർത്തുവിനെ കൊണ്ടുവരാനും പറ്റില്ല. മൊത്തത്തിൽ പ്രശ്നം തന്നെയാ. നിങ്ങൾ തമ്മിൽ വേർപിരിക്കാൻ വേണ്ടി കാർത്തുവിനെ കൊല്ലാതിരുന്നാ മതി സാറേ. അല്ലാതെ എന്ത് ചെയ്താലും അതൊക്കെ കാർത്തു സഹിച്ചോളൂ. അങ്ങനെ സഹിക്കാൻ വേണ്ടിയിട്ടല്ലോ കാർത്തൂൻ ഇവൻ കല്യാണം കഴിച്ചോണ്ട് പോയത്. കണ്ണേട്ടന്റെ വീട്ടിൽ കിടന്ന് കുറെ കഷ്ടപ്പെട്ടു. അവിടുന്ന് ഇറങ്ങിയ ശേഷം തട്ടുകടയൊക്കെ ആയിട്ട് പവിത്രടുത്തിയുടെ കൂടെ സ്വസ്ഥമായിട്ട് കഴിയായിരുന്നു. ഇപ്പൊ ഇവന്റെ വീട്ടിലാ താമസം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ മനസമാധാനം ഇല്ലെങ്കിൽ പിന്നെ അതൊരു നല്ല ലൈഫാണെന്ന് പറയാൻ പറ്റുമോ? വിഷമമുണ്ടടാ. പക്ഷെ വലിയൊരു കള്ളം പറഞ്ഞിട്ടാ അപ്പച്ചിയെ മരണത്തിന് രക്ഷിച്ചത്. ഇനി അതുപോലുള്ള സാഹചര്യങ്ങൾക്ക് സാക്ഷിയാകാൻ വയ്യ. അതുകൊണ്ട് തൽക്കാലം അപ്പച്ചിയെ അനുനയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനേ പറ്റൂ. ഞങ്ങളാരും ഇങ്ങോട്ട് വരുന്നില്ല സാറേ. ജയിൽ പുള്ളിയുടെ ഭാര്യ വന്നപ്പോ ഉണ്ടായതൊക്കെ അറിഞ്ഞു. ഞങ്ങളും കണ്ണന്റെ കൂട്ടുകാരല്ലേ. അതുകൊണ്ട് അപ്പച്ചി എന്ത് പറയുന്നൊക്കെ ഊഹിക്കാൻ പറ്റും. ആ അപ്പേട്ടെ, നമ്മുടെ പശുക്കളൊക്കെ ഒന്ന് കാണണമല്ലോ. എന്നാ പോരെ. അതെ, പശുക്കളുടെ മുതലാളിയെ ഇടയ്ക്കെങ്കിലും അതുങ്ങളൊന്ന് കാണട്ടെ. അപ്പച്ചിയേട്ടത്തിയും പ്രശ്നമാണെന്നറിയാം. അതല്ലാതെ മറ്റെന്തെങ്കിലും മോളെ അലട്ടുന്നുണ്ടോ? അത് പിന്നെ അമ്മയാവാൻ പോകുന്നെന്ന് കള്ളം പറഞ്ഞു. അതാണ് വിഷമം. ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചല്ലോ ഏടത്തിയോട്. എല്ലാ അർത്ഥത്തിലും എനിക്ക് അരുൺ സാറിന്റെ ഭാര്യയാവാൻ കഴിഞ്ഞിട്ടില്ല. അത് സാറിന് നിരാശയായിട്ടുണ്ടോന്ന് അറിയില്ല. ഉണ്ണി ചെയ്തൊക്കെ എന്തിനാ ഇനിയും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്? എനിക്കറിയില്ല ഏടത്തി. വല്ലാത്തൊരു നെഞ്ചടിപ്പും പരവേശവും ഒക്കെയാ. അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പോയി എങ്ങനെയാ മോളെ? ഇന്നിപ്പോ അരുൺ ഒരു കള്ളം പറഞ്ഞു മോടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന്. നാളെ ആ കള്ളം സത്യമാവണ്ടേ?